ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഉമ്മർ പിന്നീരാണ്. ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് ഞാൻ വന്നുള്ളത്. സ്പെഷ്യൽ ജ്യൂസി ചിക്കൻ. കണ്ടില്ലേ എന്താ രസം, അപാര ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോക്ക് സ്വാഗതം. ഈ ചിക്കൻ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും ഉണ്ടാക്കി കഴിക്കും, അത് ഉറപ്പാണ്. അതും ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ബോറടിപ്പിക്കുകയില്ല. എന്നാൽ നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യമായിട്ട് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി ഈ വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ കഴുത്ത് മുറിച്ച് മാറ്റണം. കഴുത്തിൻ്റെ ആവശ്യമില്ല. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് പോർക്കൊണ്ട് ചിക്കനെ കുത്തി നന്നായി ഹോളാക്കണം. ഈ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ ഭാഗത്തും നന്നായി കുത്തി ഹോളാക്കി കഴിഞ്ഞാൽ മസാല നന്നായി പിടിക്കും. അങ്ങനെ മസാല നന്നായി പിടിച്ചെങ്കിൽ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നീട് വേണ്ടത് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളാണ്. മസാലകൾക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ 7 ചിക്കനാണ് എടുത്തുള്ളത്. ആ 7 ചിക്കനിലേക്കുള്ള മസാലകളാണ് ഞാൻ റെഡിയാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 7 ചിക്കനിലേക്ക് ചേർക്കാനുള്ള മസാലകളാണ്. ഇനി ഞാൻ പറയാൻ പോണത് 1 ചിക്കനിലേക്ക് ചേർക്കുന്ന മസാലയുടെ കണക്കുകളാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. സുർക്ക 5 ടേബിൾ സ്പൂണ്, കാശ്മീർ മുളക് 15 എണ്ണം, പച്ചമല്ലി 1 ടേബിൾ സ്പൂണ്, കുരുമുളക് 1 ടേബിൾ സ്പൂണ്, ഗരം മസാല 1 ടേബിൾ സ്പൂണ്, ഇഞ്ചി 1 വിരലിൻ്റെ പകുതി നീളത്തിൽ, വെളുത്തുള്ളി 15 എണ്ണം, ചെറിയ ഉള്ളി 15 എണ്ണം, തക്കാളി 2 എണ്ണം മീഡിയം സൈസ്, പച്ചമല്ലി, കുരുമുളക്, ഗരം മസാല. ഇത് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായി ആദ്യം തന്നെ പൊടിച്ച് വെക്കണം. 1 ചിക്കനിലേക്കുള്ള കണക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മസാല കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. കാശ്മീർ മുളകിൻ്റെ കുരു കളഞ്ഞിട്ട് 1 ദിവസം മുന്നേ തന്നെ സുർക്കയിലിട്ട് വെക്കണം. അതിനാണ് 5 ടേബിൾ സ്പൂൺ സുർക്ക. ഇനി മറ്റു മസാലകൾ റെഡിയാക്കുക. മുളക്, തക്കാളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി. മുളക് ഇട്ട് വെച്ച സുർക്കയും അതിലൊഴിക്കണം. ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കണം. ഉപ്പ് പാകത്തിന് ഇടണം. ഉപ്പ് കൂടിപ്പോകരുത്. ഉപ്പ് പിന്നീട് നമുക്ക് ആവശ്യത്തിന് ഇടാം. ഈ അരച്ചതിലേക്ക് മുന്നേ പൊടിച്ച് വെച്ച മസാല ചേർക്കണം. അതേപോലെ തന്നെ ഒലിവ് ഓയിൽ ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണം. അങ്ങനെ അടിച്ചെടുത്തതാണിത്. ഒലിവ് ഓയിലും മസാലയും നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് അടിക്കുന്നത്. ആദ്യം പൊടിച്ച് വെച്ച മസാലയിൽ നിന്ന് അല്പം മാറ്റി വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് മസാല പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഉപ്പും നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആദ്യം തന്നെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞ് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും നോക്കിയിട്ടേ ഉപ്പ് ചേർക്കാവൂ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മസാലയിലും ഉപ്പിലൊക്കെ മാറ്റം വരുത്താം. തയ്യാറാക്കി വെച്ച മസാല കോഴിയുടെ എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിക്കണം. ഈ മസാല ജ്യൂസിൽ നിന്ന് അല്പം മാറ്റി വെക്കണം, മറക്കരുത്. അതിൻ്റെ ആവശ്യം പിന്നീട് പറയാം. മസാല നന്നായി തേച്ച് പിടിപ്പിച്ചെങ്കിലേ കോഴിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുമാത്രം പോരാ, ഈ മസാല പുരട്ടിയ കോഴി ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് എത്ര കണ്ട് കൂടുതൽ സമയം നിങ്ങൾക്ക് വെക്കാൻ പറ്റുവെച്ചാൽ അത്രയും നന്ന്. മസാല പുരട്ടി കൂടുതൽ സമയം വെക്കണ കോഴിക്ക് അപാര ടേസ്റ്റ് ആയിരിക്കും. മസാല തേച്ചെടുത്ത കോഴീനെ ഒരു കവറിലാക്കി നന്നായി പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനിയുള്ള പണിയാണ് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടത്. നമ്മൾ കോഴിയെ വേവിക്കാൻ പോവുകയാണ്, പാകം ചെയ്യാൻ പോവുകയാണ്. ഒലിവ് ഓയിലാണ് ഇത് പാകം ചെയ്യണത്. മറ്റു ഓയിലുകളൊന്നും ഉപയോഗിക്കില്ല. കൂടുതൽ കോഴിയുള്ള കാരണം കൊണ്ട് ഞാനിവിടെ ഉരുളിയിലാണ് വേവിക്കണത്. 1 or 2 കോഴിയാണെങ്കിൽ നമുക്ക് ഫ്രൈ പാനിലോ മറ്റോ വേവിച്ചെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിന് ഒലിവ് ഓയിലും അതേപോലെ തന്നെ ബട്ടറും മാത്രമേ വേണ്ടൂ. വേറെ ഓയിലുകളൊന്നും ഉപയോഗിക്കില്ല. ഇനി കോഴിയെ നമ്മൾ മറിച്ചും തിരിച്ചും ഇട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. കോഴി കരിയാതിരിക്കാൻ വളരെയധികം ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പണിയാണിത്. കോഴീനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ കോഴി കരിഞ്ഞു പോകും. അതേപോലെ തന്നെ കോഴിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ വേവണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കോഴി ഒരു 3/4 വേവ് ആവുന്നത് വരെ ഇതിൽ തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ പാകത്തിനുള്ള വേവായിട്ടുണ്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചിക്കൻ വേവ് കുറയരുത്. ഒരു 80% ചിക്കൻ വെന്തിരിക്കണം. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്. 1 ചിക്കനിലേക്ക് 4 പീസ് ബട്ടർ വേണം. അതേപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ച മസാല ജ്യൂസില്ലേ, അതിൽ നിന്ന് അല്പം ബാക്കി നമുക്ക് ചിക്കൻ കഴിക്കുമ്പോൾ തൊട്ട് കൂട്ടാനാണ്. കോഴി പൊതിയാളെ ഫോയിൽ പേപ്പർ വേണം. അതിൽ അല്പം മസാല നമ്മൾ തേച്ച് പിടിപ്പിക്കണം. അതിൻ്റെ മുകളിലാണ് നമ്മൾ ചിക്കൻ വെക്കൽ. ചിക്കൻ വെച്ച് അതിൻ്റെ മുകളിൽ 4 പീസ് ബട്ടറും വെച്ച് ഫോയിൽ പേപ്പർ നന്നായി ചുറ്റി കെട്ടണം. എയർ കിടക്കാത്ത വിധം നന്നായി ചുറ്റി പൊതിയണം. ഇതിൻ്റെ മുന്നേ തന്നെ നമ്മൾ അടുപ്പിൽ ഒരു തവ റെഡിയാക്കി വെക്കണം. ഇത് ചുറ്റിക്കെട്ടി കൊണ്ടുപോയി വെക്കുമ്പോൾ തവക്ക് നന്നായി ചൂടായിരിക്കണം. ഓവനുള്ളവർക്ക് അതിൽ വെച്ചിട്ടും വേവിക്കാം. അങ്ങനെ ആകുമ്പോൾ വളരെ ഈസി ആയിട്ട് വേവിച്ചെടുക്കാൻ പറ്റും. ബാക്കി 20% വേവ് ഓവനിലോ തവയിലോ ഇരുന്ന് വേവണം. തവയിലാണെങ്കിൽ മറിച്ചും തിരിച്ചും വെച്ച് വേവിച്ചെടുക്കണം. എന്നെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ വേവാവും. മീഡിയം ചൂടിൽ ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി. വളരെയധികം ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമ്മുടെ ജ്യൂസി ചിക്കൻ റെഡി. അടാറായിട്ടാ.
നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, മറക്കരുത്. സുഹൃത്തുക്കളെ, എണ്ണയും ബട്ടറൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അടിപൊളി ഒരു ഐറ്റംസ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. കുക്കറിൽ കറങ്ങുന്ന ചിക്കൻ. ആ ചിക്കൻ പാകം ചെയ്യാൻ കുക്കിംഗ് ഓയിൽ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല, അതേപോലെ ബട്ടറും ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ ലിങ്കിൽ കയറി ആ വീഡിയോ കാണാവുന്നതാണ്. ഈ ചിക്കൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നിങ്ങളുണ്ടാക്കി കഴിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സുഹൃത്തുക്കളെ, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യണം, മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.